ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ നമ്മുടെ സരോവർ പാർക്കിൽ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫിഷിൻ്റെ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. താത്തമാരും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കും പിന്നെ വലിയവർക്കും 120 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത്. പക്ഷെ അതിന് വേർത്തായിട്ട് തോന്നിയിട്ട് അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒരു കർട്ടൻ നീക്കണ പോലെ ഒരു തുണി നീക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് കിടക്കുമ്പോൾ കുറേ പക്ഷികൾ ഉണ്ടായിരുന്നു. ഈ വളർത്തു പക്ഷികളാട്ടോ. നമുക്ക് അതിന് തീറ്റ കൊടുത്താൽ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. കുറേ പേരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ പക്ഷികൾക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അവിടെ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീറ്റ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹംദാനും ഇപ്പി റാസിൽ എല്ലാവരും പിടിക്കാൻ നോക്കുന്നുണ്ട് കയ്യിൽ വന്നിരിക്കാൻ. പക്ഷെ ഹംദാൻ്റെ കയ്യിൽ കുറച്ചൊക്കെ വന്നിരുന്നു. ഇത് കയ്യിൽ നിന്ന് അവർ തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊക്കെ കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് കഴിക്കണൊക്കെ ഉണ്ട്, പക്ഷെ കയ്യിൽ വന്നിരിക്കുന്നില്ല. അവിടെ കുറേ പേര് നോക്കുന്നുണ്ട്. കുറേ പേരുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെയൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനുഷ്യന്മാരെ പേടിയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹംദാൻ്റെ കയ്യിലൊക്കെ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെഡിലും മഞ്ഞ പച്ച കളറൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നുമല്ല, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ പക്ഷികൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംദാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഹംദാൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നിരുന്നു. ഇതങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ റാസിലോ എല്ലാവരും ഇങ്ങനെ ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതിൽ അപ്പുറത്തുനിന്ന് അശ്മിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അതൊരു ഇഷ്ടം കുട്ടികളല്ലേ. പിന്നെ അശ്മിനെ അത് തൊട്ടപ്പോൾ അത് പാറിപ്പോവുകയും ചെയ്തു കേട്ടോ. ഇതായിരുന്നു അത്. പിന്നെയും കുറേ നേരം ഞങ്ങളൊരു 15 മിനിറ്റോളം അവിടെ നിന്നു കേട്ടോ, കയ്യിൽ വരുമെന്നൊക്കെ. പിന്നെ അത് വന്നില്ല. അങ്ങനെ തീറ്റ എടുത്ത് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കിയത്. ഇവിടെ വീണ്ടും ഇങ്ങനെ നോക്കി. റഷ്യക്കൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. കയ്യിൽ നിന്നൊക്കെ തീറ്റ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കയ്യിൽ കയറിയതൊന്നുമില്ല. അത് പിന്നെ കുറേ നമ്മുടെ മൃഗങ്ങളായാലും മീനുകളായാലും അങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. പല പല കാഴ്ചകളായിരുന്നു. ആദ്യം ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നത് ചാലിയം ബീച്ചിലൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഒരു 1 മണി മുതൽ രാത്രി 10 മണി വരെ ഇത് ഓപ്പൺ ആണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇവിടെ ഒന്ന് പോയി നോക്കുകൊണ്ട് എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാഴ്ചകൾ, ആമ, നമുക്കറിയാത്ത കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നല്ലാതെ പല പല വെറൈറ്റി ജീവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും കാണാൻ കുറേ ഉണ്ടായിരുന്നത്. പലതരം പക്ഷികൾ കാണാൻ നിങ്ങൾക്ക് എന്തൊരു ക്യൂട്ടാണ്, ഗ്രീനൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ചെറിയ നമ്മളെ ഗപ്പി പോലെയുള്ള മീനുകളൊക്കെ, പക്ഷെ അത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗപ്പിയൊന്നുമല്ല കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അങ്ങോട്ട് മീനിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു കേട്ടോ. ഈ മീനൊക്കെ കണ്ട എന്ത് ഭംഗിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. വീഡിയോ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം നേരിട്ട് കാണുമ്പോൾ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പ്രോൺസ്, റെഡ് പ്രോൺസ്, പിന്നെ വലിയ മീനിൻ്റെ ഒരു മായാലോകം തന്നെ എന്ന് പറയാം അവിടെ ഉണ്ടായിരുന്നു. ഇത് നോക്ക്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. നിഷു എല്ലാവരും ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ചാവക്കാട് ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം, അതിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു കേട്ടോ. ഒരു മാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
ജൂൺ 1 ഉണ്ടാകുന്നത്. ജൂൺ 1 ഇവിടുന്ന് പോകൂട്ടാ. നമുക്ക് വെറൈറ്റി നമ്മൾ കാണാത്ത പല പല മീനുകളെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് താഴത്ത് നിന്ന് നോക്കാട്ടോ, കുട്ടികൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴത്തുനിന്ന് തന്നെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നിഷൊക്കെയാണ് ഇങ്ങനെ ഓരോ മീനിൻ്റെ ഒപ്പം ഇങ്ങനെ കയ്യും വെച്ച് പോകുന്നത്. അവർ കാണാത്ത കുറേ മീനുകൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 2-2.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തന്നെയുണ്ട്. അത് മുഴുവനായിട്ടൊന്ന് നടന്ന് കാണണമെങ്കിൽ അത്രയും സമയം വേണം. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. ഇത് കഴിയാനായില്ല, ചിലപ്പോൾ അതിൻ്റെ തിരക്കാവും. നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കൊണ്ടു. ഇത് നോക്ക്, ഒരു ഓറഞ്ച് ഒക്കെ മീന്, പല പല വെറൈറ്റി കളറുള്ള പല സൈസിലുള്ള ഒക്കെ നമ്മൾ കാണാത്ത കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഓറഞ്ച് കളർ, അത് കഴിഞ്ഞത് ബ്ലാക്ക്. ഉച്ചവരെ ഞങ്ങൾ നല്ല മഴയിലൊക്കെ പെട്ടു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഇവിടെയൊക്കെ എത്തിയത്. ഇവിടേക്കൊക്കെ വന്നത് എന്തായാലും ഞങ്ങൾക്ക് മുതലായിട്ടാ. ഞങ്ങൾ ഇത്രയും ദൂരം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് എത്തിയതാണ്. അതും മഴയിൽ വിട്ടിട്ട് കുറേ സമയം പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിത് വെറൈറ്റി ഒരു വീഡിയോ തന്നെ, വേറെ ആയിട്ടൊരു വീഡിയോ തന്നെ എടുത്തതാണ്. വേറെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് വേറെ വീഡിയോ ആക്കി. ഇപ്പം നോക്കിയത് നമ്മുടെ തിരണ്ടിയൊക്കെ, അതിൻ്റെ ഒക്കെ ഒരു വാലിൻ്റെ ഒക്കെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക്. തിരണ്ടിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. ദുബായ് മാളിലും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വലിയ രൂപമാണ് ദുബായ് മാളിലൊക്കെ ഉള്ളത്. പിന്നെ ഇത് നിങ്ങളെ കാണാൻ തന്നെ എന്ത് ഭംഗി, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ തന്നെ. അപ്പം ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കുകൊണ്ട് 120 രൂപയ്ക്ക് നമുക്ക് എന്തായാലും അത് മുതലാക്കാം. ഒരിക്കലും അത് നഷ്ടം ആയ പോലെ തോന്നില്ല. അത് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ മത്സ്യകന്യകൻ ഇതിനകത്തുണ്ടായിരുന്നു. കുട്ടികൾ ഹായ് ഒക്കെ പറഞ്ഞ് നിഷു ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ട് ഒരു കുട്ടി പേടിച്ച് നിലവിളിക്കുന്നൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ഇവിടെ അംദാനും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അവര് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഹായ് പറയുമ്പോൾ അവർ തിരിച്ച് ഹായ് ഒക്കെ കുട്ടികളെടുത്ത് ഇങ്ങനെ പറയാണ്. അതാ ഇവിടെ ഇങ്ങനെ കുമ്പളകളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഒരു രസം. അവർ അതിൻ്റെ ആ ഒരു ജാക്കറ്റും അതിൻ്റെ ആ ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ പോണ്ടിൻ്റെ അകത്ത് കുറേ മീനുകളുണ്ട്. കുട്ടികളെ അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ ഹായ് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് നിഷു റാസിൽ എല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അവരൊക്കെ ഹായ് പറയുന്നുണ്ട്. നിഷു ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് കേൾക്കില്ലല്ലോ, ഗ്ലാസിൻ്റെ അപ്പുറത്തല്ലേ, പിന്നെ വെള്ളത്തിൻ്റെ അടിയിലുമാണ്. അത് കഴിഞ്ഞ് പിന്നെ മത്സ്യകന്യക ഉണ്ടായിരുന്നു കേട്ടോ തൊട്ടുപ്പുറത്ത്. ഇവിടെ കാണുന്നത് അവരുടേതായ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കാണാത്ത എല്ലാവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടു നോക്ക്, നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ. ഇത് സരോവർ പാർക്കിലാണ് കേട്ടോ, ബീച്ചിനടുത്ത് തന്നെയാണ്. പാർക്കിങ്ങിനൊക്കെ നന്നായിട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. 1-2 വട്ടം ഞങ്ങളൊക്കെ വഴി തെറ്റിയൊക്കെ പോയി സരോവർ പാർക്കിൽ എത്തിച്ചേരാൻ പറ്റിയ നല്ല തിരക്കല്ലേ. പക്ഷെ എന്നാലും എത്തിപ്പെട്ടത് നല്ലതിനായിരുന്നു. പിന്നെ പല പല വെറൈറ്റി പല കളറ്, നമ്മൾ ചെറിയ മീനുകൾ കാണാൻ എന്ത് ഭംഗിയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. പല കളറായിട്ട് അതിനപ്പുറത്ത് തൊട്ടുപുറത്ത് വലിയ മീൻ, പിന്നെ ആരാപ്പയ്മൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മനുഷ്യൻ്റെ വലുപ്പത്തിലൊക്കെ ആരാപ്പയ്മകളൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവും, ഇത്രയും വലുത്. ഇത് ഒരു വൈറ്റ് മീൻ, എല്ലാം വലുതാട്ടോ. ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുഴുവൻ വലുതായി. പിന്നെ ഇത് അണ്ടർ വാട്ടറിൻ്റെ താഴെയാട്ടോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്ക്, നിങ്ങൾക്ക് കാണുന്ന വലിപ്പമൊന്നുമില്ല, ഭയങ്കര വലിപ്പമാണ് ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു വെള്ളത്തിനടിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ നോക്കി നോക്ക്. പല വെറൈറ്റി മീനുകൾ നമ്മുടെ മുകളിലായാലും സൈഡിലായാലും
എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ പിടിച്ചിട്ടും ചെറിയ കുട്ടികളെ കൊണ്ടും ഒക്കെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അതാ ഞങ്ങളിതൊന്നും ഒന്നും ആയിട്ടില്ല, ഇനിയുണ്ട് കുറേ നമുക്ക് കാണാൻ. ഞങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും കഴിഞ്ഞു ഓരോ കർട്ടന് നീക്കാനെത്തുമ്പോൾ ഇത് എക്സിറ്റ് ആവുന്ന കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എക്സിറ്റ് ഒന്നും ആയിരുന്നില്ല, ഒന്നൊന്ന് അടുത്തയിലേക്ക്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മത്സ്യകന്യക ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവരിങ്ങനെ ഇവരുടെ പുറത്ത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാ റാസിലിനോടും അംദാനോടും ഒക്കെ ഇങ്ങനെ അവർ ഹായ് പറയാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ മുകളിലെ വലിയ മീനുകളെ നോക്കി നോക്കൂ. അപ്പം ഇതിൽ തന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചൊന്നല്ല, കുറേ നടന്നു പോകാനുണ്ട്. നിങ്ങൾ പറ്റുന്നവരൊന്ന് പോയി കാണുക. ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്ക്, എന്ത് പല കളറ് വെറൈറ്റി മീനുകളാണ് കേട്ടോ. നമ്മൾ കാണാത്ത ഒരുവിധം ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള മീനുകളാണ്. നമ്മുടെ ഏത് അക്വേറിയത്തിലാണെങ്കിലും ഇത്ര വെറൈറ്റി മീനുകൾ നിങ്ങളൊന്നും എവിടെയും കാണില്ല. ഇതുവരെ സെറ്റ് ചെയ്യാൻ തന്നെ ഞാൻ എപ്പോഴും ഞങ്ങളിങ്ങനെ പറയും ചെയ്തു, ഒരു മാസമായി എങ്ങനെ ഇത് മുതലാവും, അത് സെറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ആ ഒരു വാട്ടറിൻ്റെ എന്തൊക്കെയോ നോക്കാനൊക്കെ ഉണ്ടല്ലോ, ഈ മീനുകൾ വളരാനൊക്കെ. അതാ നമ്മൾ അശ്വിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഫിഷിന് ശേഷം എന്ന് പറയുന്നത് കുറേ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന പല ഐറ്റംസ്, നമ്മുടെ വീട്ടിലെ ഐറ്റംസ്, പിന്നെ ഡ്രസ്സുകൾ, ചെരുപ്പ്, ബാഗ്, കുട്ടികളുടെ ടോയ്സിനൊക്കെ കുറേ ഇങ്ങനെ സ്റ്റാളായിട്ട് അങ്ങനെ കുറേ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കുറേ, അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറേ ലെങ്തി പോകുമെന്ന് കരുതിയിട്ട്. ഇതവിടെ ഒരു മുള്ളുള്ള മീനെ കാണാൻ എന്ത് ഭംഗിയാണ്, അതിങ്ങനെ നീന്തുന്നത് കാണാൻ നല്ല ഭംഗിയില്ല. അപ്പം ഞാൻ ആ സ്റ്റാളിൻ്റെ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, നല്ല നല്ല പല ഐറ്റം അച്ചാറുകൾ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പ്, ഫാന്, കൂളറ്, പിന്നെ ഫർണിച്ചർ. അതിൻ്റെ ഒന്നും ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഏറ്റവും അവസാനം നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീനിൻ്റെ പേര് പിരാന എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊരു നരഭോജിയാണ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട്. ഇപ്പം ഇത് ഏകദേശം ഇതിൻ്റെയൊക്കെ അവസാനമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണത്. ഇവിടെ കടൽപ്പാമ്പുണ്ട് കേട്ടോ അവസാനം. ഇത് ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചർ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്ത്, പിന്നെ ഇവിടെ കുട്ടികൾക്ക് കയറാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ഓപ്പണാക്കി വെച്ച് ആരും അങ്ങനെ കയറിയൊന്നും കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5:45 ഞങ്ങൾ തിരിച്ചു പോന്നു.